സർ, ഇന്ത്യയുടെ GDP കുതിപ്പ് ലോകത്തെ ഞെട്ടിക്കുവോ? കാര്യം വെച്ചാൽ ഇന്ത്യക്ക് ഒരു ലോട്ടറി അടിച്ചു എന്ന് പറയുന്നത് കേട്ടു. ചൈനയുടെ ആധിപത്യം കുറയുമോ ഇന്ത്യയിൽ? അല്ല, ഇതിനകത്ത് ഇപ്പം ലോകത്ത് ഊർജ പ്രതിസന്ധിയാണല്ലോ ചർച്ച. അല്ലെങ്കിൽ ലോകത്തെ നിയന്ത്രിക്കുന്ന ഊർജ്ജമാണ്. അപ്പോൾ ഓരോ രാജ്യത്തിനും ആ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനകത്ത് ആ രാജ്യം ചെലവാക്കുന്ന പണത്തിൻ്റെയും അല്ലെങ്കിൽ ആ ഉൽപ്പാദിപ്പിക്കുന്നതിനകത്ത് ആ രാജ്യം എത്രത്തോളം മുൻപന്തിയിൽ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ രാജ്യത്തിൻ്റെ പുരോഗതി മനസ്സിലായി. അപ്പം ഇപ്പം തന്നെ ഈ യുദ്ധം ഒക്കെ നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ യുദ്ധം ലോകം രണ്ടോ മൂന്നോ രാജ്യങ്ങൾ അതിനകത്ത് ഏർപ്പെട്ടിരിക്കുമ്പോൾ തന്നെ അത് ലോകം ഭയക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഹോർമൂസ് അല്ലെങ്കിൽ ഊർജ പ്രതിസന്ധി അല്ലെങ്കിൽ ഈ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന ഇറാനകത്തെ ക്രൂഡ് ഓയിൽ സംഭരണശാലകൾ നശിച്ചാൽ അല്ലെങ്കിൽ അത് അവരുടെ കയ്യിൽ നിന്ന് നിയന്ത്രണം ഒരുപക്ഷെ അമേരിക്കയുടെ കയ്യിൽ പോയാൽ, അപ്പം അമേരിക്കയുടെ കയ്യിൽ പോകുമ്പോൾ ചൈനയ്ക്ക് പ്രശ്നവും മറ്റ് ഇപ്പം നിൽക്കുന്ന ജിയോ പൊളിറ്റിക്സിനകത്തൊക്കെ അല്ലെങ്കിൽ ആ രാജ്യത്തെ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ ആ രാജ്യത്ത് നിന്ന് ഊർജ്ജം കൊണ്ടുപോകുന്ന ഇങ്ങനെ പല രീതിയിലൊക്കെ വ്യത്യാസങ്ങൾ ജിയോ പൊളിറ്റിക്സിനകത്ത് വരും. അപ്പം ഇപ്പോൾ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും ക്രൂഡ് ഓയിൽ ആണല്ലോ ഈ യഥാർത്ഥത്തിൽ ഊർജം വൈദ്യുതി ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ വാഹനങ്ങളും, അതായത് ലോകത്തെ ചലിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഊർജം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഊർജം ഈ ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ പെട്രോളിയം അല്ലെങ്കിൽ അതിനുശേഷം ഗ്യാസൊക്കെയാണ്. അപ്പം അത് അറബ് രാജ്യങ്ങളാണല്ലോ, അല്ലെങ്കിൽ റഷ്യ അതിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്നതിനകത്ത് 1, 2, 3 രാജ്യത്തിനകത്ത് വരുന്ന, ഇറാൻ വരുന്നുണ്ട്, സൗദി വരുന്നുണ്ട്. അപ്പം അവരൊക്കെയാണ് ലോകത്തെ നയിക്കുന്നത്. അവിടങ്ങളിലേക്ക് കടന്നു കയറിയാണ് അമേരിക്ക അതിൻ്റെ ഭാഗമായിട്ട് നിന്നിട്ട് അമേരിക്കയും ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലോകം എപ്പോഴും ഈ ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ ഫോസിൽ ഇന്ധനമാണ്. ഈ ഫോസിൽ ഇന്ധനത്തിനെ മറികടക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഫോസിൽ ഇന്ധനം എന്ന് പറയുന്നത് വരുന്നെങ്കിലും ഇതിനൊക്കെ ഒരു ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ ഇത് തീർന്നു പോകുന്ന ഒരു അവസ്ഥയെ, അല്ലെങ്കിൽ ഇത് ഓരോ രാജ്യങ്ങളും എനിക്കിപ്പോൾ നമുക്ക് ക്രൂഡ് ഓയിലിന് വേണ്ടി നമ്മൾ സ്വയം ഉൽപ്പാദിപ്പിക്കുന്നതിനകത്ത് കുറവുള്ളതുകൊണ്ട് വളരെ കുറച്ച് ശതമാനം 5% അല്ലെങ്കിൽ ഉണ്ടായിട്ട് നമുക്ക് വേറെ രാജ്യത്തെ ആശ്രയിച്ചല്ലേ പോകും. അപ്പൊ നമ്മളവന് പൈസ കൊടുത്തല്ലേ മേടിക്കാൻ പറ്റും. ചൈനയ്ക്കും അങ്ങനെയല്ലേ പറ്റുന്നത്. അപ്പൊ അവർ വേറെ ഓപ്ഷൻ എപ്പോഴും തേടിക്കൊണ്ടിരുന്നിരുന്നു. അപ്പം അതിന് വേണ്ടിയുള്ള പല ഓപ്ഷനുകളും വന്നിട്ടുണ്ട്. ഇലക്ട്രിക് വെഹിക്കിളാണ് ഇപ്പം നമ്മുടെ ഏറ്റവും ആദ്യം. അതുകൊണ്ടാണ് ഇവിടെയും പറയുന്നത് ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ഇപ്പം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് സോളാർ സംവിധാനങ്ങൾ ഉപയോഗിക്കണം. അപ്പം വൈദ്യുതിയും അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനങ്ങൾക്കും ഒക്കെ വൈദ്യുതി ആവശ്യമാണല്ലോ. അപ്പം ക്രൂഡ് ഓയിലിൻ്റെ സാധ്യത കുറയും. അപ്പം നമുക്ക് സാമ്പത്തികമായിട്ട് നമുക്ക് ഉയരാം. അപ്പം എപ്പോഴും ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ അത്തരത്തിലേക്ക് പോരുന്നത് ലോകം മൊത്തം ആ രീതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ചൈന അതിനകത്ത് വിജയിച്ചിരിക്കുന്നു. അമേരിക്ക നേരത്തെ വിജയിച്ചു എന്ന് വേണം കരുതാൻ. അമേരിക്ക ക്രൂഡ് ഓയിലിനപ്പുറമുള്ള പല ഓപ്ഷനുകളും അവർ കണ്ടെത്തി. എന്നാലും ക്രൂഡ് ഓയിൽ അവിടെ കസ്റ്റഡി വെച്ചിട്ടുണ്ട്, ലോകത്തെ നിയന്ത്രിക്കാൻ ഇവനത് കൊടുക്കാൻ വേണ്ടി. ചൈന ഇപ്പം 1 ഗിഗാവാട്ട് വൈദ്യുതിയും കൂടെ ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് വന്നാൽ ഫോസിൽ ഇന്ധനത്തിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാം. സോളാറിൽ ചൈന ഓടുന്ന അവസ്ഥയിലേക്ക് പോകും. ഇത് 1, 2, 3 മാസം കൊണ്ട് സാധ്യമാകുമെന്നാണ് അവിടുത്തെ ഔദ്യോഗിക അറിയിപ്പായത്. ചൈനയിലെ ഇലക്ട്രിക് കൗൺസിലാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. അത് ചൈനയുടെ ഔദ്യോഗിക അറിയിപ്പാണ്. ഇപ്പം അവിടെ കൽക്കരിയിൽ കൂടി ഉണ്ടാക്കുന്നത് 1275 ഗിഗാവാട്ട് ആണെങ്കിൽ ഇനിയും 74 ഗിഗാവാട്ട് ആണെങ്കിൽ അത് 1275 ഗിഗാവാട്ട് കൽക്കരിയിൽ കൂടി ഉണ്ടാക്കുന്നത്. അപ്പം ഇപ്പൊ സോളാറിൽ കൂടി അവർ 1274 ഗിഗാവാട്ട് വരെ ഉണ്ടാക്കും. 1 ഗിഗാവാട്ട് കൂടെ ആകുമ്പോൾ മറികടക്കും. അവർക്ക് പൂർണ്ണമായിട്ടും ഈ പറയുന്ന കൽക്കരി എന്ന് പറയുന്ന സാധനത്തെ ആശ്രയിക്കേണ്ട. ആണവ നിലയത്തിന് അല്ലെങ്കിൽ ഒക്കെ പ്രവർത്തിക്കുന്നതിന് കൽക്കരി ആണ് അല്ലെങ്കിൽ മറ്റു പലതുമാണല്ലോ. പല വ്യവസായ സ്ഥാപനങ്ങൾ കറണ്ട് ഉത്പാദിപ്പിക്കുന്നതിന് മറ്റ്. അപ്പൊ ഇത് ഇറക്കുമതി ചെയ്യുന്ന സ്വന്തമായിട്ടില്ലാത്തടത്ത് വേറെ ഏകദേശം ഒരു 80% ക്രൂഡ് ഓയിൽ ഇറക്കുമതിയാണ് ചെയ്യുന്നത്. അതിൽ കൂടുതലുണ്ട്. നമ്മളെക്കാട്ടിൽ കൂടുതൽ അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിന് വലിപ്പവും വ്യവസായ സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ ഊർജത്തിന്റെ ആവശ്യവും കൂടുതലായതുകൊണ്ടായിരിക്കും. കാരണം ലോകത്തിലെ ഈ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന അവിടാണല്ലോ അവരുടെ വരുമാന മാർഗം. ഫാക്ടറി എന്നാണല്ലോ പറയുന്നത്, മാനുഫാക്ചറിംഗ് ഫാക്ടറി അല്ലെങ്കിൽ മാനുഫാക്ചർ അങ്ങനത്തെ രാജ്യമാണ്. അപ്പൊ അതിനവർക്ക് ഊർജ്ജം വേണ്ടി വരും. അപ്പൊ അതിനി പൂർണ്ണമായിട്ടും ഫോസിൽ ഇന്ധനത്തിനെ മറികടന്ന് സോളാർ എനർജിയിലേക്ക് പോയി.
അപ്പം അത് വല്ലാത്ത ഇത് അമേരിക്ക പോയിട്ടുണ്ട്, ഇപ്പൊ ചൈനയും പോയി. ഈ പാതയിൽ തന്നെയാണ് ഇന്ത്യയും സഞ്ചരിക്കുന്നത്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത സോളാർ എനർജി ഉത്പാദിപ്പിക്കുന്നത് ഇവിടുത്തെ ആർക്കും അറിയത്തില്ല കേട്ടോ, ആരും അത് കൊടുത്തിട്ടുമില്ലായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യില്ല. കാരണം നരേന്ദ്രമോദിക്ക് അങ്ങനെ ഒരു മെറിറ്റ് കിട്ടിയാലോ. സോളാർ എനർജി ഉത്പാദിപ്പിക്കുന്നതിന് അമേരിക്കയും ചൈനയുടെയും അതേ അവസ്ഥയിൽ ഇന്ത്യയും മാറി. ഇപ്പൊ ഇന്ത്യ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പാത അത് തന്നെയാണ്. കാരണം നമ്മൾ ആലോചിക്കണം, 11 ദശലക്ഷം കോടി മുതൽ 16 ദശലക്ഷം കോടി രൂപ വരെയാണ് ഇന്ത്യ ഒരു കൊല്ലത്തേക്ക് ഒരുപക്ഷെ നമ്മൾ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഊർജം അല്ലെങ്കിൽ ഊർജ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി ഇന്ത്യ എടുക്കുന്നത്. ഇതിനെക്കാട്ടി കൂടുതലാ ചൈന. അപ്പം ഈ ചൈന ഇതിനകത്തൊന്ന് പിന്മാറിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതി അവിടെ നിൽക്കുമോ? ക്രൂഡ് ഓയിൽ ഇറക്കുമതി നിന്നാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾക്ക് ക്രൂഡ് ഓയിലിന് അത്രയും കൂടെ എക്സസ് അവിടെ സ്റ്റോക്ക് ആവുമല്ലോ. ആ ഒരു രാജ്യം അത്രയും പിൻവലിക്കുമ്പോൾ ഏത് രാജ്യത്തു നിന്നായാലും ക്രൂഡ് ഓയിൽ അത്രയും ആവശ്യമില്ലാതെ വരുമ്പോൾ അത്രയും ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ആവും. സ്വാഭാവികമായിട്ടും അങ്ങനെ സ്റ്റോക്ക് വരുമ്പോൾ ഏതൊരു സാധനത്തിൻ്റെയും ആവശ്യമില്ലാതെ വരുമ്പോൾ കൂടിക്കിടക്കുമ്പോൾ നമ്മളിപ്പം കിഴങ്ങെല്ലാം കൂടെ വിൽക്കാൻ നിൽക്കുക, അല്ല നാരങ്ങ വിൽക്കാൻ കിടക്കുക, ഇത് ആർക്കും വേണ്ട വന്നാൽ കുറഞ്ഞ വിലയ്ക്ക് കൊടുത്തല്ലേ വെക്കും ആണ് എന്ന് പറഞ്ഞാൽ ക്രൂഡ് ഓയിലിന് ഇനി വില കുറയും. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ഇതേപോലെ ഫുള്ളായിട്ട് നമ്മുടെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാൻ ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ ഇതുപോലെ ക്രൂഡ് ഓയിൽ ഉൾപ്പെടെ ഉള്ളതിനെ ആശ്രയിക്കുന്ന ഒരവസ്ഥയുള്ളപ്പോഴേ ഇപ്പം നമ്മൾ പൂർണ്ണമായിട്ടും അങ്ങനെ എത്തിച്ചേർന്നില്ലല്ലോ. നമ്മൾ ആ പാതയിലാണ്. അല്ലെങ്കിൽ അമേരിക്കയും ചൈനയും ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ എനർജി ഉൽപ്പാദിപ്പിക്കുന്ന ഒരവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. എന്നാലും അതിനും കൂടുതൽ ഈ സോളാർ എനർജി നമുക്ക് വേണം, നമ്മുടെ പലതും നിൽക്കും. അപ്പം നമ്മളാണല്ലോ ലോകത്തെ 2ാമത് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് സാമ്പത്തിക ലാഭം നമുക്ക് കൂടുതൽ ഉണ്ടാവുമല്ലോ. ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഗൾഫ് രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടിയും വരില്ല. അല്ല നമ്മളെ ഇറക്കുമതി ചെയ്യുന്ന ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ. നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന നേരത്തെ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നിടം വരെ എന്ന് പറഞ്ഞാൽ സൗദിക്ക് നമ്മളെ മസിൽ പിടിച്ച് കാണിക്കാൻ പറ്റുമായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് രാജ്യങ്ങളുമായിട്ടേ കരാറുള്ളൂ. ഇപ്പം അമേരിക്ക ഉൾപ്പെടെയുള്ള ഏതാണ്ട് 10-45 രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഇന്ധന കരാർ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന കരാറുണ്ട്. ആരും മസിൽ പിടിക്കാനില്ല. ആര് കുറച്ച് വരുന്നു അവൻ്റെ ഇത് മേടിക്കും. ഈ റഷ്യയുടെ ഈ അമേരിക്ക പറയുന്നില്ല, റഷ്യയുടെ കയ്യിൽ നമ്മൾ നേരത്തെ 1%, 2%, 4% താഴെയായിരുന്നു ക്രൂഡ് ഓയിൽ. അന്ന് ഈ പറയുന്ന സൗദി അറേബ്യയിലും ഇറാനും മറ്റു പല രാജ്യങ്ങളിലും വരുന്നത്. കാരണം നമുക്ക് ഇത്രയും ദൂരമില്ല. നമ്മൾ റഷ്യയിൽ നിന്ന് ഇന്ധനം മേടിച്ച് റഷ്യ നമ്മുടെ സുഹൃത്തായതുകൊണ്ട് മാത്രമല്ല, അവിടെ പ്രശ്നം വന്നപ്പോൾ, അവിടുത്തെ യുദ്ധം വന്നപ്പോൾ, റഷ്യക്ക് ബാൻ വന്നപ്പോൾ റഷ്യക്ക് ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കാൻ മാത്രം അല്ലെങ്കിൽ യുദ്ധമായതുകൊണ്ട് അവർക്ക് ആയുധ വ്യാപാരത്തിനും മറ്റു പലതിനും സാധിക്കാതെ വന്നു. അവർ ക്രൂഡ് ഓയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ 1, 2, 3, 4 രാജ്യം നോക്കുമ്പോൾ അതിനകത്ത് 2ാമതോ 3ാമതോ വരുന്ന രാജ്യമാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ അവർക്കത് വിറ്റാലേ കാശ് കിട്ടുന്നത്. അത് വിൽക്കാനും പറ്റും ലോകത്ത്. അപ്പൊ യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെ മേടിക്കുന്നുണ്ടെങ്കിലും ഇതിനൊരു ബാൻ ഏർപ്പെടുത്തിയാണ്. റഷ്യയുടെ പലരും ക്രൂഡ് ഓയിൽ മേടിക്കാൻ പറ്റും. അമേരിക്ക ഇപ്പൊ നമ്മൾ ഇറാനുമായിട്ടും ഇങ്ങനെ ക്രൂഡ് ഓയിൽ വാങ്ങിക്കാൻ ഒരു ഉപരോധം ഏർപ്പെടുത്തി വളരെ കാലം കൊണ്ടേ ഉണ്ടല്ലോ ഉപരോധം. അപ്പം ആ ഉപരോധം ഏർപ്പെടുത്തിയ സമയത്ത് നമ്മൾ ഉപരോധമൊക്കെ നമ്മുടെ വില കുറച്ച് തരാമെന്ന് പറഞ്ഞു. നമ്മൾ കുറഞ്ഞെടുത്തോളാം. ഇപ്പൊ ഏതാണ്ട് 40% റഷ്യയുടെ സാധനമാണ് മേടിക്കുന്നത്. നമുക്ക് വില കുറച്ച് കിട്ടുന്നുണ്ട്. നാളെ കാലത്ത് റഷ്യക്കാട്ടി വില കുറച്ച് സൗദി തരാമോ? സൗദി നമ്മൾ മേടിക്കും. നമുക്ക് ബിസിനസ് ആവരുത്. അത് ആ രീതിയിലേക്ക് പോകുന്നത്. അപ്പൊ അന്ന് റഷ്യയിൽ നമ്മൾ മേടിക്കുന്നതിന്റെ കാരണം ഇതാണ്. 2ാമത് റഷ്യക്ക് അത് സഹായവുമായി. അപ്പൊ അതിനകത്ത് അന്ന് താരിഫും മറ്റു പല കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്നു. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്തില്ല. നമ്മൾ പറഞ്ഞു നമ്മൾ മേടിക്കും. നമ്മളെ അതിനകത്ത് മറികടത്താനും നമ്മളെ വിരട്ടാനും നമുക്ക് പ്രതിരോധം ഏർപ്പെടുത്താനും അല്ലെങ്കിൽ പല രീതിയിൽ ശ്രമിച്ചെന്നൊക്കെ അതിനെയൊക്കെ മറികടന്ന് ഇന്ത്യ നിന്നു. അതുകൊണ്ടാണ് ഇന്ത്യക്ക് ഇത്രയും ശത്രുക്കൾ ഉണ്ടാകും. കാരണം യൂറോപ്യൻ രാജ്യങ്ങൾക്ക്, അമേരിക്കയ്ക്ക്, ചൈനയ്ക്ക് ഒക്കെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ പോക്കിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അതിന്റെ വികസനത്തിലേക്ക് കുതിക്കുകയാണ്. ഈ രീതിയിൽ നമ്മൾ ആ ജിയോ പൊളിറ്റിക്സ് അനുസരിച്ച് നമ്മളുടെ ഇപ്പോഴത്തെ സാഹചര്യം നമുക്ക് പുരോഗതിയിലേക്കുള്ള പോക്കാണ്. അതിനെ വിരട്ടിയും അല്ലെങ്കിൽ അവരുടെ വരുതിക്ക് നിർത്താൻ പണ്ടത്തെ പോലെ കഴിയുന്ന ഭരണാധികാരിയോ ഇന്ത്യയോ അല്ല ഉള്ളൂ. അപ്പോൾ മറ്റു പല രീതിയിൽ നമ്മളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. അതാണ് CJP സമരമായിട്ടും അല്ലെങ്കിൽ മറ്റു പല സമരമായിട്ടും മറ്റു കലാപമായിട്ടും വർഗീയ കലാപമായിട്ടും ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അതിനെ മറികടന്ന് നമ്മൾ നിൽക്കുന്നുണ്ട്. അപ്പം ഇതിനകത്തെ ഈ ഒരു അവസ്ഥയിലും നമുക്ക് ഇപ്പം യുദ്ധം നമുക്കിപ്പം നോക്കുമ്പോൾ നേട്ടമായിട്ട് വരുന്നു. പണ്ട് കോവിഡ് നേട്ടമായിട്ട് വന്നു. ഇപ്പോഴത്തെ ഈ ജിയോ പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ 2-3 മാസത്തിനകം ഈ രീതിയിലേക്കുള്ള ഒരു തീരുമാനം, ഫോസിൽ ഇന്ധനം അല്ലെങ്കിൽ ഇനി വേണ്ട സോളാറിലേക്ക് അവർ പോയാൽ അവിടെ ക്രൂഡ് ഓയിൽ വേണ്ടാത്തൊരവസ്ഥ വന്നാൽ 2ാമത് ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ
മേടിക്കുന്ന രാജ്യം എന്നുള്ള രീതിയിൽ ക്രൂഡ് ഓയിലിന് വില കുറയുമ്പോൾ നമുക്ക് ലാഭത്തിൽ കിട്ടും. നമ്മൾ പൂർണ്ണമായിട്ടും ഇതേ അവസ്ഥയിലേക്ക് എത്തുന്ന അതുവരെ നമുക്ക് ഇപ്പോൾ കിട്ടുന്നതിനെക്കാട്ടി ലാഭം ഇപ്പോൾ 16 ലക്ഷം ദശലക്ഷം കോടി രൂപയുടെ മേടിക്കുമ്പോൾ നമുക്കത് 10 ലക്ഷം ദശലക്ഷം കോടി രൂപയുടേതായിട്ട് കുറേ നമുക്ക് അത്രയും പൈസ നമ്മുടെ വികസനത്തിന് ഉപയോഗിച്ചുകൂടെ, മറ്റു പലതിനും ഉപയോഗിച്ചുകൂടെ? അപ്പോൾ ആ രീതിയിലേക്ക് ഇന്ത്യക്ക് ഒരു ലോട്ടറി തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അതായത് ചൈന ആ തീരുമാനമെടുത്താൽ, അല്ലെങ്കിൽ ചൈനയ്ക്ക് ഇത് വേണ്ടാത്തൊരവസ്ഥ വന്നാൽ ഇന്ത്യക്ക് ലോട്ടറി തന്നെയാണ്. ആ രീതിയിലെ കാര്യങ്ങൾ പോകും. ഇപ്പോഴത്തെ യുദ്ധത്തിന് കാരണം പോലും പല വിദഗ്ധരും പറയുന്നത് അമേരിക്ക ഉണ്ടാക്കുന്നതാണ്. $60 താഴെ ഇന്ധനത്തിൻ്റെ വില കുറഞ്ഞപ്പോൾ, ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞപ്പോൾ ആ കൂട്ടുന്നതിന് വേണ്ടി യുദ്ധം ഫാബ്രിക്കേറ്റ് ചെയ്യുകയാണ്. അമേരിക്കയുടെ കയ്യിലാണ് ഇതിൻ്റെ നമ്പർ 1 ഇപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ കസ്റ്റോഡി. ട്രംപിൻ്റെ നിയന്ത്രണത്തിൽ ട്രംപിൻ്റെ മരുമോനും മക്കളും പല ഈ പറയുന്ന പല കമ്പനികളുമായിട്ട് ഷെയർ ഉണ്ട്. അപ്പോൾ അതും യുദ്ധത്തിന് കാരണമായിട്ട് പറയുന്നുണ്ട്. അതായത് ലോകത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ ക്രൂഡ് ഓയിൽ മാഫിയ, ഈ ഫാർമ മാഫിയ, ആയുധ മാഫിയ എന്ന് പറയുന്ന പോലെ ലോകത്തെ നിയന്ത്രിക്കുന്നതും ഇതിൻ്റെ പ്രശ്നങ്ങൾക്കും പല വിഷയങ്ങളുടെ ഒക്കെ കാരണം, യുദ്ധത്തിൻ്റെ ഒക്കെ കാരണം ഇവർ തന്നെയാണ്. അപ്പം ഈ ഒരു പുതിയ ഒരു ഓപ്ഷൻ ഏതാണ്ട് 55% ഇലക്ട്രിക് വാഹനങ്ങളായി ചൈനയിൽ ഇപ്പോൾ മനസ്സിലാവുന്നത്. മറ്റിപ്പോൾ ഗതാഗതം മൊത്തം ചരക്ക് വാഹനങ്ങൾ മറ്റും ഇവിടെ നമ്മളതല്ലയോ ഇലക്ട്രിക് വാഹനങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പം നമുക്ക് പെട്രോൾ അടിക്കാതെ വരുമ്പോൾ ക്രൂഡ് ഓയിൽ ഉപയോഗിക്കാതെ വരുന്ന രീതിയിലേക്ക് പോകുന്നു. മറ്റ് വ്യവസായ സ്ഥാപനങ്ങളിൽ മറ്റു പലതിനേക്കും കൂടി അതിൻ്റെ ആ രീതിയിലേക്ക് വന്നാൽ ഇത് പൂർണ്ണമായിട്ടും വേണ്ട. പെട്രോൾ പമ്പിനേക്കാൾ ഈ ചാർജിങ് സ്റ്റേഷനുകൾ കുറച്ചുകൂടി അല്ല വീടുകളിലാവുമല്ലോ. ഇപ്പൊ ഈ ചാർജിങ് സ്റ്റേഷനിൽ, ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷനിൽ പഴയതുപോലെ വിജയിക്കത്തില്ല. ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻ അകത്ത് എടുക്കുന്ന പൈസയുടെ അത്രയും വരത്തില്ലല്ലോ വീട്ടിൽ ചാർജ് ചെയ്താൽ. മാത്രവുമല്ല ഇപ്പൊ വേറൊരു ഓപ്ഷനിലേക്ക് ഒരു ആൾക്കാരെല്ലാം പണ്ട് കളിയാക്കിയവരൊക്കെ ജെന്യൂനായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാൻ തുടങ്ങി. പുതിയ വീട് വെക്കുമ്പോൾ 2-3 ലക്ഷം രൂപയുടെ സോളാർ വീട്ടിൽ അവന്റെ വീട്ടിൽ ഉപയോഗിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ കറണ്ട് ഉണ്ടെങ്കിൽ തിരിച്ച് ഇലക്ട്രിസിറ്റി ബോർഡ് എടുക്കുമല്ലോ. എടുത്തു കഴിയുമ്പോൾ അതിന്റെ പൈസ ഇങ്ങോട്ട് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് കറണ്ട് അടയ്ക്കേണ്ടി വരുന്നില്ല. ഒരു ഇലക്ട്രിക് വാഹനം കൂടെ മേടിച്ചിട്ടുള്ള ഗുണം എന്തുവാ? ഇതിനകത്തു നിന്നുള്ള കറണ്ട് ഈ വെഹിക്കിള് ചാർജ് ചെയ്യുന്നതിന് ഉപയോഗിക്കാം. അപ്പം വണ്ടി മേടിക്കുന്ന കാര്യമുള്ളൂ, വെളിയിൽ പോയി ചാർജ് ചെയ്യണ്ട. ഈ ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷനുകളിൽ നമ്മൾ തെള്ളു കാണാത്തതിന്റെ കാര്യം എന്താ പറയുക? അത് വിജയിക്കത്തുമില്ല. അറിയാൻ വയ്യാത്തവരാണ് ചാർജിങ് സ്റ്റേഷനുകൾ ഉണ്ടാക്കി വെക്കുന്നത്. എന്നാൽ ആവശ്യമാണ്, അത്യാവശ്യ കാര്യത്തിന്. ഇപ്പൊ 100-700 കിലോമീറ്റർ ചാർജ് ചെയ്യാൻ പറ്റുന്ന വണ്ടികളാണ് ഇപ്പൊ ഇറക്കുന്നത്. ഇനി നാളെ കാലത്തെ ഒരു ചാർജിങ്ങിൽ കൂടി 1000-1500 രൂപ. അപ്പോൾ ഒരു വണ്ടി ഒരു ദിവസം എങ്ങനെ ഓടിച്ചാലും 300 കിലോമീറ്റർ കൂടുന്ന ഓടത്തില്ല. പിന്നെ നമുക്ക് ചാർജ് സ്റ്റേഷൻ കൊണ്ടുവരാൻ ഫില്ല് ചെയ്യാൻ പറ്റും. ചുമ്മാതെ ഇതിന് വ്യാജ പ്രചരണമായത്. E20 പെട്രോളിന്റെ കാര്യം പറഞ്ഞ പോലെ പണ്ട് ഡീസൽ വണ്ടി മേടിച്ചപ്പോൾ എന്തിനു വേണ്ടി വ്യാജ പ്രചരണമായിരുന്നു. അതിനുശേഷം ഡീസൽ വണ്ടികൾ തിരക്കിയ ആൾക്കാർ പോയില്ല. കാരണം ഇത് ഓരോ ലോബിയുടെ പ്രചരണങ്ങളാ. പെട്രോൾ വണ്ടി കത്തുന്നില്ലേ? ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ ഏത് വണ്ടിയാലും കത്തും. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ മറ്റേ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും. മാത്രമല്ല ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിന്റെ പ്രശ്നം വരുവാണെങ്കിൽ അതിനെ മറികടന്നില്ലേ അത് പിന്നെ അത് ശരിയാക്കുന്നേ. അപ്പൊ ഓരോ ദിവസം കഴിഞ്ഞവരും കൂടുതലായിട്ട് വരും. അപ്പം ഈ നമ്മൾ പറഞ്ഞു വന്നത്, ഇലക്ട്രിക് വാഹനങ്ങൾ ഇങ്ങനെ ഈ രീതിയിൽ വന്നാൽ, സോളാർ വീടുകളിൽ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ഒരു വാഹനത്തിന്റെ ഒരു ചെലവും ഇല്ലാതെ വരും. എല്ലാം ഒരു മനസ്സിലായി, വാഹനം മേടിച്ചാൽ മാത്രം മതി, അതിന് വേറെ മറ്റ് ചെലവുകളില്ലാതെ വരും. ഇപ്പം വലിയ പുരോഗതിയില്ലേ. കാരണം ഈ പൈസ നമ്മൾ വിചാരിക്കും നമ്മുടെ പോക്കറ്റിൽ ഇരിക്കുന്നു. നമ്മുടെ പോക്കറ്റിൽ ഇരിക്കുന്ന പൈസ അനാമത്തായിട്ട് ചിലവ്. ഇപ്പം നമ്മുടെ പോക്കറ്റിൽ 500 രൂപ ഇരിക്കുന്നു. ഈ 500 രൂപ കൊടുത്ത് നമ്മൾ ഡീസൽ അടിക്കുന്നു. ഈ 500 രൂപ ഡീസൽ അടിക്കുമ്പോൾ എവിടുന്ന ശരിക്കും പറഞ്ഞാൽ വിദേശത്തൊട്ടില്ലേ പോകുന്നത്? അതിനകത്ത് 50 രൂപ അല്ലെങ്കിൽ നമ്മളിവിടെ ഇത് ചെയ്തതിന്റെ പൈസ അല്ലേ നമുക്ക് ടാക്സ് അല്ലേ കിട്ടും. അത് മേടിക്കുന്നത് പോവില്ലേ. അപ്പൊ നമ്മുടെ രാജ്യത്ത് ആ പൈസ നമ്മുടെ പോക്കറ്റിൽ ഇരുന്ന് നമ്മുടെ രാജ്യത്തെ വേറെ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിച്ചാൽ ഇവിടെ രാജ്യത്തുള്ളവന്റെ എല്ലാം കൈ പണം ഉണ്ടെങ്കിൽ ആ രാജ്യം സമ്പന്നമാണ്. അതാണല്ലോ അതിന്റെ ഒരു ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരുള്ള രാജ്യം ആണെങ്കിൽ നമ്മുടെ രാജ്യമല്ലേ സമ്പന്നമാകുന്നത്. അവർ നമ്മുടെ രാജ്യത്തിന് ടാക്സ് കൊടുക്കുന്നു. ചില ആൾക്കാരായിരിക്കും അങ്ങനെയല്ല, അവൻ്റെ പൈസ കൊണ്ട് പ്രശ്നമാണ്. അങ്ങനെ അല്ലായിട്ട് സിസ്റ്റം. എൻ്റെ ഇരുന്നാലും സന്ധ്യയുടെ ഇരുന്നാലും ഇത് ഇന്ത്യക്കകത്താണ് നിൽക്കുന്നത്. ഇന്ത്യ ആ പൈസ അതുകൊണ്ടാണ് ഇപ്പം നരേന്ദ്രമോദി പറഞ്ഞു, നിങ്ങൾ ഒരു കൊല്ലത്തേക്ക് സ്വർണം മേടിക്കരുത്. സ്വർണം മേടിച്ചാൽ അതിൻ്റെ പൈസ അവിടെ കിട്ടും. നിങ്ങൾ സ്വർണം ഇപ്പം മേടിക്കേണ്ട, ഒരു കൊല്ലം കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം. സ്വർണത്തിന് ടാക്സ് കൂട്ടി കൊടുക്കും. അപ്പം ഇത് അങ്ങനെ ചിന്തിക്കാൻ പ്രാപ്തമായിട്ടുള്ള ആൾക്കാർ ഇന്ത്യയിലും ആയി കേട്ടോ. മറ്റ് നേരത്തെ കൂട്ടല്ല. അപ്പം പുരോഗതിയിലേക്ക് പോകുന്ന ഒരു ഇന്ത്യ ആയിട്ട് മാറും. ഇപ്പം ചൈന ആയിട്ടുണ്ടെങ്കിൽ നാളെ ഇന്ത്യയിലെ പാത അത് തന്നെയാണ്. ഇപ്പം ചൈന അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ലോട്ടറിയും കൂടെ വരും. നമുക്ക് കുറച്ച് പൈസ കുറച്ച് കിട്ടും. ലോകത്ത് മൊത്തം കൂടെ അതിൻ്റെ വില കുറയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.